കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ രണ്ടാമത്തെ മൊഴി. ലൂക്കോസ് വിശേഷം 23 അധ്യായം 43 വാക്യം. ലൂക്കോസ് വിശേഷം 23 അധ്യായം 43 വാക്യം. യേശു അവനോട്, നീ ഇന്ന് എന്നോടുകൂടി പർദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ഗോൽഗോഥാ മലയിൽ ക്രൂശിലാണ്. യേശുവിനോടൊപ്പം വലതും ഇടതുമായി രണ്ടുപേരെ കൂടെ ക്രൂശിച്ചതായി വേദപുസ്തകം പറയുന്നുണ്ട്. മത്തായി സുവിശേഷം ഒഴികെ മറ്റ് 3 സുവിശേഷങ്ങളിലും ഇത് രേഖപ്പെടുന്നുണ്ട്. കർത്താവിനോടുകൂടെ 2 കള്ളന്മാരെ ക്രൂശിച്ചുവെന്നും കർത്താവിനോടുകൂടെ ദുഷ്പ്രവൃത്തിക്കാരായ 2 പേരെ കൂടി ക്രൂശിച്ചുവെന്നും വേറെ 2 പേരെ ക്രൂശിച്ചുവെന്നും വ്യത്യസ്ത രീതിയിലാണ് സുവിശേഷങ്ങൾ ഇവരെ രേഖപ്പെടുത്തുന്നത്. ഏതായാലും യേശുവിനോടൊപ്പം ക്രൂശിൽ 2 കള്ളന്മാർ കൂടെയുണ്ട്, 2 വ്യക്തികൾ കൂടെയുണ്ട്. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ മൊഴി ഇത് ഒരു മനുഷ്യനോടുള്ള കർത്താവിന്റെ പ്രതികരണമാണ്. ക്രിസ്തുവിനോട് അവൻ യാചിക്കുകയാണ്, കർത്താവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. അവനോടുള്ള ക്രിസ്തുവിന്റെ മറുപടിയാണ്, പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പ്രഖ്യാപനമാണ് രണ്ടാമത്തെ മൊഴി. ഇന്നു നീ എന്നോടുകൂടി പർദീസയിൽ ഇരിക്കും. ഇന്നു നീ എന്നോടുകൂടി പർദീസയിൽ ഇരിക്കും. ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഈ രണ്ടാമത്തെ മൊഴി അത് നമുക്ക് നൽകുന്ന ആത്മീക പാഠങ്ങളും ചിന്തകളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി, ഈ രണ്ടാമത്തെ മൊഴിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് 2 തരം പ്രതികരണങ്ങളാണ്. 2 തരം പ്രതികരണങ്ങളാണ്. കർത്താവിന്റെ വലതും ഇടതും കിടന്നവർ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ 2 തരത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രതികരണം അത് നിന്ദയുടെ പരിഹാസത്തിന്റെ പ്രതികരണമായിരുന്നുവെന്നാണ്. ഒരു പ്രതികരണം അത് നിന്ദയുടെയും പരിഹാസത്തിന്റെയും പ്രതികരണമാണ്. കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട 2 പേരിൽ ഒരുവൻ ക്രിസ്തുവിനെ നോക്കി പരിഹസിക്കുകയാണ്, നിന്ദിക്കുകയാണ്. കർത്താവിനോട് അവൻ പറയുകയാണ്, നീ യഹൂദന്മാരുടെ രാജാവാണോ? നീ രാജാവാണോ? നീ ശ്രേഷ്ഠനാണോ? എങ്കിൽ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി നിന്നെ രക്ഷിക്ക, ഞങ്ങളെയും രക്ഷിക്ക. എന്തുകൊണ്ടായിരിക്കും ഈ മനുഷ്യൻ ഈ വിധത്തിൽ പ്രതികരിച്ചത്? അവനോടൊപ്പം സമാനമായ കഷ്ടതയാണ് കർത്താവും വഹിക്കുന്നത്. ക്രൂശിൽ പിടഞ്ഞ് 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 വേദനിക്കുമ്പോൾ ആ മനുഷ്യൻ അറിയാം താൻ അനുഭവിക്കുന്ന അതേ വേദന കർത്താവും അനുഭവിക്കുന്നുണ്ട് എന്ന്. എങ്കിലും തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിന്ദിക്കുവാനും പരിഹസിക്കുവാനും അവൻ ശ്രമിക്കുകയാണ്. അവന്റെ പരിഹാസത്തിൽ നിന്നും നിന്ദയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവൻ ക്രിസ്തുവിനെ യഥാർത്ഥമായി മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം അവൻ ഈ വിധത്തിൽ പ്രതികരിച്ചത്? അവൻ ക്രൂശിൽ കിടക്കുമ്പോൾ തലേ ദിവസത്തെ വിചാരണ മുതൽ കർത്താവ് നേരിടുന്ന നിന്ന പരിഹാസങ്ങളെല്ലാം ഈ മനുഷ്യനും തിരിച്ചറിയുന്നുണ്ടാകാം. കർത്താവ് കടന്നു പോകുന്ന വഴിയാത്രകളിൽ പോലും പലരും കർത്താവിനെ പരിഹസിക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്. കർത്താവ് ക്രൂശുമായിട്ട് മുട്ടിടിച്ച് വീഴുന്ന ഇടങ്ങളിൽ കർത്താവിനെ കളിയാക്കുന്നുണ്ട്. അവന്റെ വസ്ത്രം വലിച്ചു കീറി കർത്താവിനെ നിന്ദിക്കുന്നുണ്ട്. മുഖത്ത് കാർക്കിച്ചു തുപ്പുന്നുണ്ട്. കീഴെ നിൽക്കുന്ന പടയാളികൾ പല ആവർത്തി കർത്താവിനെ കളിയാക്കുകയാണ്. നീ യഹൂദന്മാരുടെ രാജാവാണോ? ക്രൂശിൽ നിന്നും ഇറങ്ങി വാ എന്നൊക്കെ കർത്താവിനെ പരിഹസിക്കുകയാണ്. ഇപ്രകാരം ക്രിസ്തുവിനെ പരിഹസിച്ചുകൊണ്ട് ചുറ്റുപാടുമുള്ള പലരും പ്രതികരിക്കുന്ന പ്രതികരണങ്ങൾ കേട്ടിട്ട് ഈ മനുഷ്യനും കർത്താവിനെ പരിഹസിക്കുകയാണ്, നിന്ദിക്കുകയാണ്. ഈ മനുഷ്യൻ പരിഹസിക്കുന്ന വാക്കുകൾ നാം ശ്രദ്ധിച്ചാൽ കീഴെ നിൽക്കുന്ന പടയാളികൾ പറഞ്ഞ അതേ വാക്കുകളാണ് ഈ മനുഷ്യൻ ഉപയോഗിക്കുന്നത്. നീ യഹൂദന്മാരുടെ രാജാവാണോ? എങ്കിൽ നിന്നെ രക്ഷിക്ക്, ഞങ്ങളെയും രക്ഷിക്കുക. കർത്താവിനെ കുറിച്ച് അവന് വ്യക്തമായ അറിവൊന്നുമില്ല. മറ്റുള്ളവർ പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്നും ക്രിസ്തു ആരാണ് എന്ന് വ്യക്തമായി തിരിച്ചറിയാതെ കർത്താവിനെ നിന്ദിക്കുന്ന പരിഹസിക്കുന്ന ഒരു മനുഷ്യൻ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ചിലപ്പോഴൊക്കെ നാമും ഇപ്രകാരമാണ്. മറ്റുള്ളവരെ നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, അപവാദ പ്രചരണങ്ങൾ നാം നടത്തുമ്പോൾ നാം അറിഞ്ഞ വിവരങ്ങൾ, ആ വ്യക്തിയെക്കുറിച്ചുള്ള നമ്മുടെ അനുഭവം ശരിയാണോ എന്ന് പോലും തിരക്കാതെ നാം അത് പ്രചരിപ്പിക്കുന്നതായിട്ട് പലപ്പോഴും മാറിപ്പോകാറുണ്ട്. ക്രൂശിൽ ക്രിസ്തുവിനെ നിന്ദിച്ച ഇതേ മനുഷ്യന്റെ സ്വഭാവ സവിശേഷതകളിലൂടെ നാം കടന്നു പോകാറുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടം വാർത്തകൾ വേഗം മനുഷ്യന്റെ കരങ്ങളിൽ എത്തുന്നത് മൊബൈൽ ഫോണുകളിലൂടെയാണ്, മറ്റ് സോഷ്യൽ മീഡിയ വഴിയാണ്. സോഷ്യൽ മീഡിയകളിലൂടെ നാം പ്രചരിപ്പിക്കുന്ന ചില വാർത്തകളുണ്ട്, ഫോർവേഡ് ചെയ്ത് അയക്കുന്ന ചില സന്ദേശങ്ങളുണ്ട്. അത് യാഥാർത്ഥ്യമാണോ എന്ന് പോലും തിരക്കാതെയാണ് പലപ്പോഴും നാം ഫോർവേഡ് ചെയ്യുന്നത്. അയൽക്കാരനെ കുറിച്ച്,
സഹപാഠിയെക്കുറിച്ച്, സഹപ്രവർത്തനെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച്, മക്കളെക്കുറിച്ച് മറ്റുള്ളവരൊക്കെ പറയുന്ന ചില അനുഭവങ്ങൾ അത് യാഥാർത്ഥ്യമാണോ എന്ന് പോലും തിരക്കാതെ ഇന്നലെ വരെയുള്ള നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ആ വ്യക്തിയുമായിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസിൽ നാം അറിഞ്ഞിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത ചില വാർത്തകളും കഥകളും പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പോലും തിരിച്ചറിയാതെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നവരായി നാം മാറുമ്പോൾ ക്രൂശിൽ ഈ മനുഷ്യനെ പോലെ നാം മാറുകയാണ്. യാഥാർത്ഥ്യം തിരിച്ചറിയാതെ നിന്ദിക്കുന്നവരായി, പരിഹസിക്കുന്നവരായിട്ട് നാം മാറിപ്പോകുന്നുണ്ട്. ക്രൂശിൽ കിടന്നുകൊണ്ടുള്ള ഒന്നാമത്തെ പ്രതികരണം അത് നിന്ദയുടെ, പരിഹാസത്തിന്റെ പ്രതികരണമായിരുന്നു. എന്നാൽ അതേ ക്രൂശിൽ തന്നെ നമുക്ക് മറ്റൊരു പ്രതികരണം കാണുവാനായിട്ട് കഴിയും. കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട മറ്റൊരുവൻ, തന്റെ കൂടെ ക്രൂശിക്കപ്പെട്ട ഒരുവൻ ക്രിസ്തുവിനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് അവനെ ശകാരിക്കുകയാണ്. അവനോട് പറയുകയാണ്, നാം സമ ശിക്ഷാവിധിയിലല്ലയോ ആയിരിക്കുന്നത്, എന്നിട്ടും നീ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ, ഈ മനുഷ്യനെ നീ പരിഹസിക്കുന്നത്? അതിനുശേഷമുള്ള അവന്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവൻ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചു എന്നതാണ്. ഒന്നാമത്തെ പ്രതികരണം അത് നിന്ദയുടെ, പരിഹാസത്തിന്റെ പ്രതികരണമായിരുന്നുവെങ്കിൽ മറ്റൊരു പ്രതികരണം അത് ക്രിസ്തു ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രതികരണമാണ്. ക്രിസ്തുവിനെ കുറിച്ച് ക്രൂശിന്റെ ചുറ്റുമുള്ളവർ പലതും പറയുന്നുണ്ട്. കർത്താവിനെ പരിഹസിച്ചും നിന്ദിച്ചും പല വാചകങ്ങളും ഈ മനുഷ്യൻ കേൾക്കുന്നുണ്ട്. ദൈവദൂഷണം പറഞ്ഞവനെന്നും, ദേവാലയം തകർക്കുമെന്ന് പറഞ്ഞവനെന്നും, യഹൂദന്മാരുടെ രാജാവെന്ന് പ്രഖ്യാപിച്ചവനെന്നും ഇപ്രകാരം പലതരം പ്രചരണങ്ങൾ കർത്താവിനെതിരെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ കേട്ട കേൾവിയിൽ നിന്നുകൊണ്ട് ക്രിസ്തുവുമായിട്ട് താൻ ചിലവിട്ട ആ നിമിഷങ്ങളിലെ അനുഭവങ്ങളെ കൂടി ചേർത്തണയ്ക്കുമ്പോൾ ആ മനുഷ്യൻ തിരിച്ചറിയുന്നുണ്ട്, ക്രിസ്തുവിനെ കുറിച്ച് ചുറ്റുപാടുകളിൽ നിന്നും കേൾക്കുന്ന പ്രതികരണങ്ങൾ ശരിയല്ല, യാഥാർത്ഥ്യമല്ല. കാരണം സാധാരണ ഒരു മനുഷ്യൻ ക്രൂശിക്കപ്പെടുമ്പോൾ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ഒരു മനുഷ്യൻ പ്രതികരിക്കുന്ന പ്രതികരണങ്ങളൊന്നും ക്രിസ്തുവിൽ കാണുവാൻ കഴിയുന്നില്ല. കഠിനമായ വേദനയിലാണ്, ശരീരം മുഴുവനും ഉഴവുചാൽ പോലെ കീറപ്പെട്ട് രക്തം വാർന്നൊഴുകുന്ന ജീവിത സാഹചര്യമാണ്. കാലുകളും കരങ്ങളും മരക്കുരിശിനോട് ചേർത്ത് ആഞ്ഞടിച്ചിരിക്കുകയാണ്. ശരീരം നുറുങ്ങുന്നുണ്ട്, പേശികൾ വലിയുന്നുണ്ട്. ആ ശരീരത്തിന്റെ വേദനകളും കഷ്ടതയും അനുഭവിപ്പാൻ പോലും കഴിയാതെ വണ്ണം വളരെ ഭയാനകരമാണ്. അതേ അനുഭവത്തിലൂടെയാണ് ഈ മനുഷ്യനും കടന്നു പോകുന്നത്. പക്ഷേ അവർക്കുണ്ടായിരുന്ന പ്രതികരണമല്ല ക്രിസ്തുവിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. സാധാരണ ഇത്രയും കഠിനമായ വേദനകൾ കടന്നു വരുമ്പോൾ തന്നെ ഉപദ്രവിക്കുന്നവരെ ശകാരിക്കുന്നവരുണ്ട്, അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. ജനിപ്പിച്ച മാതാവിനെ മുതൽ തന്നെ ചതിച്ച ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർത്ത എല്ലാവരെയും ശകാരിക്കുകയും മോശമായ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഇടമാണ് ഈ ക്രൂശ് എന്നത്. കാരണം അത്രത്തോളം കഠിനമായ വേദനയാണ്. പക്ഷെ അത്തരത്തിൽ ഒരു പ്രതികരണവും ക്രിസ്തുവിൽ നിന്നും അവന് കാണുവാൻ കഴിഞ്ഞില്ല. തികച്ചും അസാധാരണമായ ഒരു ശാന്തതയാണ് ഈ മനുഷ്യന് ക്രിസ്തുവിൽ കാണുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവൻ തിരിച്ചറിയുന്നുണ്ട്, ഈ സമൂഹം എന്തൊക്കെ പറഞ്ഞാലും അതല്ല യഥാർത്ഥത്തിൽ കർത്താവ്, അതല്ല യഥാർത്ഥത്തിൽ ക്രിസ്തു. ആ ജീവിതത്തെ അവൻ ആഴമായിട്ട് മനസ്സിലാക്കുമ്പോൾ അവന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ചില തിരിച്ചറിവുകളുണ്ട്. ആ തിരിച്ചറിവാണ് ശരിയായ പ്രതികരണത്തിലേക്ക് അവനെ നയിച്ചത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട രണ്ടുപേരാണ്. പക്ഷെ അതിൽ ഒരുവന് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ മറ്റൊരുവൻ ക്രിസ്തുവിനെ യഥാർത്ഥമായി തിരിച്ചറിയുന്നുണ്ട്. ക്രിസ്തുവിനെ ആരാധിക്കുന്നവരാണ് നാം, ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് നാം, സഭയിൽ വ്യത്യസ്തങ്ങളാകുന്ന ദൗത്യങ്ങളും അധികാരങ്ങളും സ്ഥാനമാനങ്ങളും നിർവഹിക്കുന്നവരായിരിക്കാം നാം. ഇന്നലകളിൽ ദൈവത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി അനേകം ഇടങ്ങളിൽ കടന്നു പോവുകയും അനേകം പേരുടെ മധ്യ സാക്ഷ്യമായിട്ട് നിന്നവരായിരിക്കും നാം. ക്രൂശിലെ രണ്ടാമത്തെ മൊഴി നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു പുനർചിന്തനമാണ്. നാം ആരാധിക്കുന്ന, നാം മനസ്സിലാക്കുന്നു എന്ന് പറയുന്ന ഈ ക്രിസ്തുവിനെ യഥാർത്ഥമായി നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ക്രൂശിലെ ഒരുവൻ, ക്രൂശിൽ കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട ഒരുവൻ ക്രിസ്തു ആരാണ് എന്ന് വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട്. ആ വിധത്തിൽ അവൻ പ്രതികരിക്കുന്നുണ്ട്. അവൻ തിരിച്ചറിഞ്ഞ കുറെ തിരിച്ചറിവുകളിൽ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവ് ഇതാണ്: ഈ ക്രിസ്തു, അവന്റെ ജീവിതം ക്രൂശിലൂടെ അവസാനിക്കില്ല. ഈ ക്രൂശിൽ കിടക്കുന്ന ഈ മനുഷ്യന്റെ ജീവിതം ഈ ക്രൂശിലൂടെ അവസാനിക്കുന്നതല്ല, അതിനപ്പുറത്ത് അവനൊരു ജീവിതമുണ്ട്. ഇവരൊക്കെ ഇവൻ യഹൂദന്മാരുടെ രാജാവായിട്ട് പറയുന്നുവെങ്കിൽ അവന് പക്ഷെ യഹൂദന്മാരുടെ രാജാവാണോ എന്നറിയില്ല.
പക്ഷെ അവൻ രാജാവായി, രാജാതിരാജാവായി, സർവ്വജനത്തിന്റെയും രാജാവായി മടങ്ങി വരുന്ന ഒരു ദിനമുണ്ട് എന്ന് ഈ മനുഷ്യൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ക്രിസ്തുവേ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. ഈ കർത്താവ് രാജാവായി വരുമെന്നും ക്രൂശിനോ റോമാ സാമ്രാജ്യത്തിനോ അധികാരങ്ങൾക്കോ ഈ ബന്ധനങ്ങൾക്കോ ക്രിസ്തുവിനെ അടച്ചു വയ്ക്കുവാൻ കഴിയില്ല എന്നും ഈ മനുഷ്യൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു എന്നതാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ തിരിച്ചറിവ് നമുക്കുണ്ടോ? യേശുവിനോടൊപ്പം ചില നിമിഷങ്ങളോ ചില മണിക്കൂറുകളോ മാത്രം ചിലവിട്ട ഈ മനുഷ്യൻ കർത്താവിന്റെ രണ്ടാം വരവും കർത്താവ് രാജാവായി മടങ്ങി വരുന്ന ഒരു ദിനവും സ്വപ്നം കാണുകയും വിശ്വസിക്കുകയും ചെയ്തു എന്നാണ്. ഇത്ര നാളായി കർത്താവിനെ ആരാധിക്കുന്ന നമുക്ക് ക്രിസ്തു വീണ്ടും വരുമെന്ന വിശ്വാസം നമുക്കുണ്ടോ? അവൻ രാജാവായി മടങ്ങി വരുമെന്നതായി വിശ്വാസം നമുക്കുണ്ടോ? ഈ മനുഷ്യൻ ആ വിധത്തിൽ തിരിച്ചറിയുന്നുണ്ട്. അവന്റെ രണ്ടാമത്തെ തിരിച്ചറിവ് ഇതാണ്, കർത്താവെ, നാളുകളിൽ നീ എന്നെ ഓർക്കണമേ എന്നതാണ്. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി നീ ഓർത്തുകൊള്ളണമേ എന്നതാണ്. അവന്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാരമാണ് അവൻ കർത്താവിനോട് പങ്കുവയ്ക്കുന്നത്. അവന് ക്രൂശിൽ നിന്നും വിടുതൽ പ്രാപിക്കണമെന്നതല്ല. അവന്റെ ആഗ്രഹം എന്നെ ഓർമ്മിക്കുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടാകണമെന്നാണ്. എന്നെ തിരിച്ചറിയുന്നവർ, എന്നെ മനസ്സിലാക്കുന്നവർ, എന്നെ ഓർക്കുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടാകണമെന്നാണ്. കാരണം അവൻ റോമാ സാമ്രാജ്യത്തിന്റെ പിടിയിൽ അകപ്പെടുമ്പോൾ, ഇന്നതാ ക്രൂശിൽ കിടക്കുമ്പോൾ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ പലരും അവന്റെ അരികിലില്ല. മാതാപിതാക്കൾ എന്നോ അവൻ ഉപേക്ഷിച്ചു. ജീവിത സഖി അവനെ തിരിഞ്ഞു നോക്കുന്നുണ്ടാകില്ല. മക്കൾ ഈ അപ്പനെ തിരക്കുന്നുണ്ടാകില്ല. സഹപ്രവർത്തകരായിട്ട് കൂടെ ഉണ്ടായിരുന്ന കുറെ പേരുണ്ട്. ഇവൻ വിപ്ലവകാരിയായിരുന്നോ എന്നോ ദുഷ്പ്രവർത്തിക്കാരനായിരുന്നോ അതോ കൊള്ളക്കാരനായിരുന്നോ എന്നൊന്നും വ്യക്തമല്ല. ഏതായാലും അവൻ ഇന്നലെ വരെ ചെയ്തു വന്ന ചില അനുഭവങ്ങളുണ്ട്. ഒരു വിപ്ലവകാരിയാണ് എങ്കിൽ അവൻ അതിലേക്ക് നയിച്ചവരുണ്ട്, സഹപ്രവർത്തകരുണ്ട്. ഒരു കൊള്ളക്കാരനായിരുന്നുവെങ്കിൽ ഇന്നലകളിൽ അവന്റെ കൊള്ള മുതൽ പങ്കിട്ടെടുത്തവരുണ്ട്. അവനോട് ചേർന്ന് കൊള്ളയടിക്കുവാൻ കൂടെ നിന്നവരുണ്ട്. എന്നും അവസാനത്തോളം കൂടെ ഉണ്ടാകുമെന്ന് വാക്കു പറഞ്ഞ് കൂടെ കൂടിയ അനേകം പേരുണ്ട്. പക്ഷേ ഈ ജീവിത സാഹചര്യത്തിൽ ഈ ക്രൂശിന്റെ ചുവട്ടിൽ ആരും കൂടെയില്ല. കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവെ, നീ എന്നെ ഓർക്കണമേ, നീ എന്നെ ഓർക്കണമേ. തന്നോടൊപ്പം ക്രൂശിക്കപ്പെടുന്ന ക്രിസ്തു അവൻ തന്നെ മറക്കാത്തവനാണ് എന്ന് ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞു. അവൻ എന്നെ ഓർക്കുമെന്ന് വാക്ക് തന്നാൽ അവൻ വാക്ക് പാലിക്കുന്നവനാണ് എന്ന് ഈ മനുഷ്യൻ തിരിച്ചറിയുകയാണ്. അവൻ കർത്താവിനോട് പറയുകയാണ്, കർത്താവെ, നീ എന്നെ ഓർക്കണമേ. പ്രിയ ദൈവജനമേ, നമ്മെ ഓർക്കുമെന്ന് നാം ചിന്തിക്കുന്ന അനേകം പേരുണ്ട്. ജീവിതത്തിന്റെ അവസാനത്തോളം നമ്മോട് കൂടെ ഉണ്ടാകുമെന്ന് നാം ചിന്തിക്കുന്ന അനേകം പേരുണ്ട്. പക്ഷെ ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മോട് പറയുന്നത് ആ വാക്കുകളും വാഗ്ദാനങ്ങളും വെറും പൊള്ളയാണ്. നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്ത് അന്ത്യത്തോളം കൂടെ ഇരുപ്പാൻ കഴിയുമെങ്കിൽ അത് ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ആ കർത്താവ് മറക്കാത്ത ദൈവമാണ്, മാറാത്ത ദൈവമാണ്. ആരൊക്കെ നമ്മെ മറന്നാലും നമ്മെ മറക്കാത്തൊരു ക്രിസ്തു കൂടെ ഉണ്ടാകും. ആ കർത്താവിനോട് ചേർന്നിരിപ്പാനായിട്ട് നമുക്ക് കഴിയണം. ക്രൂശിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് രണ്ട് പ്രതികരണങ്ങളാണ്. പ്രത്യേകിച്ച് രണ്ടാമത്തെ മൊഴിയുടെ പശ്ചാത്തലത്തിൽ രണ്ട് പ്രതികരണങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു പ്രതികരണം അത് ക്രിസ്തുവിനെ നിന്ദിക്കുമ്പോൾ, മറ്റൊരു പ്രതികരണം ക്രിസ്തു ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ് തന്നെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഒരു പ്രതികരണമാണ്. ഈ രണ്ടാമത്തെ മൊഴി നമുക്ക് നൽകുന്ന മറ്റൊരു ചിന്തയുണ്ട്. രക്ഷയെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളാകുന്ന അഭിപ്രായങ്ങളാണ്. രക്ഷയെക്കുറിച്ച് രണ്ടു തരത്തിലുള്ള ധാരണകളെ ഈ മൊഴി നമുക്ക് വ്യാഖ്യാനിക്കുന്നുണ്ട്. നമുക്കെല്ലാം ഉള്ള ധാരണയാണ്. ഒന്നാമത്തെ ധാരണ, രക്ഷ അത് ശിക്ഷയിൽ നിന്നുള്ള, ക്രൂശിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. ഒന്നാമത്തെ ധാരണ, രക്ഷ എന്നത് അത് ക്രൂശിൽ നിന്നുള്ള വിടുതലാണ്. പലപ്പോഴും നാമും ചിന്തിക്കുന്നത് രക്ഷ എന്നത് ക്രൂശിന്റെ അനുഭവങ്ങളിൽ നിന്നുള്ള വിടുതൽ എന്നാണ്. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ക്രൂശിന്റെ അനുഭവം അത് രോഗങ്ങളാകാം, അത് കടഭാരങ്ങളാകാം, സാമ്പത്തികമായിട്ട് ഞാൻ അനുഭവിക്കുന്ന പരാധീനതകളാകാം, എന്റെ ബലഹീനതകളാകാം. ഏതൊക്കെ ആയാലും നാം ക്രൂശായിട്ട് കാണുന്ന അനേകം ജീവിത സാഹചര്യങ്ങളുണ്ട്. നാം ചിന്തിക്കുന്ന രക്ഷ എന്നത് ഈ ക്രൂശിൽ നിന്നുള്ള വിടുതലാണ്. എന്റെ കടഭാരം മാറിയാൽ അതാണ് രക്ഷ. എനിക്കൊരു ഉപജീവന മാർഗം കിട്ടിയാൽ അതാണ് രക്ഷ. എന്റെ രോഗം മാറിയാൽ അതാണ് രക്ഷ. ഭൗതികമായി ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ചില ആഗ്രഹങ്ങളുണ്ട്, ഒരുപക്ഷെ പൂർത്തീകരിപ്പാൻ കഴിയുമോ എന്ന് ഭാരപ്പെടുന്നവയാണ്. അതൊക്കെ നേടുന്നതാണ് രക്ഷ. ക്രൂശിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ കരുതിയതാണ്. അതുകൊണ്ടാണ് അവൻ യേശുവിനോട് പറയുന്നത്, നീ യഹൂദന്മാരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക,
എന്നെയും രക്ഷിക്കുക, ഈ ക്രൂശിൽ നിന്നും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുക, അതാണ് രക്ഷ എനിക്ക്. പക്ഷെ മറ്റൊരുവന്റെ പ്രതികരണം അങ്ങനെയല്ല. അവനെ സംബന്ധിച്ച് ക്രൂശിൽ നിന്നുള്ള വിമോചനമല്ല രക്ഷ, പകരം ക്രൂശിലൂടെ പ്രാപിപ്പാൻ കഴിയുന്നതാണ് രക്ഷ. ക്രൂശിലൂടെ പ്രാപിപ്പാൻ കഴിയുന്നതാണ് രക്ഷ. അവനറിയാം, ഈ കഷ്ടത ഞാൻ അനുഭവിക്കുന്ന ഈ ക്രൂശിന്റെ അനുഭവം അതൊരു പക്ഷേ പൂർണ്ണമായിട്ടും എന്റെ ശരീരത്തിൽ, എന്റെ ജീവിതത്തിൽ നിന്നും മാറ്റുക സാധ്യമല്ല. പക്ഷേ എനിക്ക് നേടുവാൻ കഴിയുന്ന ഒന്നുണ്ട്, ഈ ക്രൂശിലൂടെ രക്ഷയിലേക്ക് എനിക്ക് പ്രവേശിപ്പാനായിട്ട് കഴിയും. എന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന ഈ കർത്താവിന് രക്ഷയുടെ അനുഭവത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ രക്ഷ എന്നത് ക്രൂശിലൂടെ പ്രാപിപ്പാൻ കഴിയുന്നതാണ്, ക്രൂശിന് അപ്പുറം നേടുവാൻ കഴിയുന്നതാണ് രക്ഷ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, രക്ഷയെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ എന്തൊക്കെയാണ്? ക്രൂശിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ ക്രൂശിൽ നിന്നും മാറുന്നതാണ് രക്ഷ എന്ന് ചിന്തിക്കരുത്. ക്രൂശിലൂടെ നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നതാണ് രക്ഷ. ഭൗതികമായ ജീവിതത്തിൽ തങ്ങളുടെ ക്രൂശിന്റെ അനുഭവങ്ങളിൽ നിന്ന് മാറി അനേകം പേരുണ്ട്. രോഗസൗഖ്യം പ്രാപിച്ചവരുണ്ട്. 10 കുഷ്ഠരോഗികളിൽ 10 പേരും സൗഖ്യമാകുന്നുണ്ട്. അതിൽ 9 പേരും തങ്ങളുടെ വഴിക്ക് യാത്രയാവുമ്പോൾ ഒരു മനുഷ്യൻ മാത്രം മടങ്ങി കർത്താവിന്റെ അരികിലേക്ക് വരുന്നുണ്ട്. കർത്താവിനോട് ചോദിക്കുന്നത് ബാക്കി 9 പേർ എവിടെ എന്നാണ്. കർത്താവ് ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ വിശ്വസിക്കുന്നുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ്. 10 പേർക്കും സൗഖ്യം കിട്ടി, പക്ഷെ രക്ഷ പ്രാപിച്ചത് ഒരുവൻ മാത്രമാണ്. ക്രൂശിൽ നിന്നും 10 പേർക്കും വിമോചനം ലഭിച്ചു, പക്ഷേ രക്ഷയിലേക്ക് പ്രവേശിച്ചത് ഒരുവൻ മാത്രമാണ്. അതുകൊണ്ട് ക്രൂശിൽ നിന്നുള്ള വിമോചനമാണ് രക്ഷ എന്ന് ചിന്തിക്കരുത്. ക്രൂശിനപ്പുറത്ത് ഒരുപക്ഷെ ക്രൂശിലൂടെ നേടുവാൻ കഴിയുന്നതാണ് രക്ഷ. മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനം യാത്ര ചെയ്യുമ്പോൾ അവരുടെ പ്രതീക്ഷ കർത്താവ് ഞങ്ങളെ രക്ഷിക്കുമെന്നാണ്. മറ്റൊരർത്ഥത്തിൽ ഈ മരുഭൂ പ്രയാണത്തിനപ്പുറം ഞങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശം ഉണ്ട് എന്നതാണ്. ആ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ക്രൂശിന്റെ അനുഭവമായ മരുഭൂ പ്രയാണം സാരമല്ലാതായി അവർ കാണുകയും ആ രക്ഷയിലേക്ക്, കനാനിലേക്ക് അവർ പ്രവേശിക്കുകയും ചെയ്യുന്നു. ഒരു മരുഭൂ പ്രയാണത്തിലാണ് നാം ആയിരിക്കുന്നത്. ക്രൂശിന്റെ അനുഭവങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ക്രൂശിനെ മാറ്റി വച്ചിട്ടുള്ള രക്ഷയല്ല കർത്താവ് നമുക്ക് വിഭാവനം ചെയ്യുന്നത്. ക്രൂശിലൂടെ നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്ന ഒരു രക്ഷ. കർത്താവിനോട് ചേർന്ന് ക്രൂശിക്കപ്പെട്ട 2 പേർ, അതിൽ ഒരുവൻ രക്ഷയിലേക്ക് പ്രവേശിക്കുന്നു, മറ്റൊരുവൻ നിത്യമായ ശിക്ഷയ്ക്ക് കാരണമാക്കിയിരുന്നു. ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്നവരാണ്, എന്നിട്ടും അതിൽ ഒരുവന് മാത്രമാണ് രക്ഷ പ്രാപിപ്പാനായിട്ട് കഴിഞ്ഞത്. കർത്താവിനോട് കൂടെ നിൽക്കുന്നവരാണ് നാം എല്ലാവരും. ആരാധനകളുടെ, കൂട്ടായ്മകളുടെ ഭാഗമായിട്ട് മാറുന്നവർ, ദൈവാലയത്തിന്റെ ശുശ്രൂഷകളുടെ ഭാഗമായിട്ട് മാറുന്നവർ, ദൈവത്തോടെ ചേർന്ന് നിൽക്കുന്നവർ. പക്ഷേ യഥാർത്ഥമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാനായിട്ട് കഴിയുന്നുണ്ടോ? ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണവും നമ്മുടെ തിരിച്ചറിവുമാണ് യഥാർത്ഥമായ രക്ഷയിലേക്ക് പ്രവേശിപ്പാനായിട്ട് നമ്മെ സാധ്യമാക്കുന്നത്. ഈ കർത്താവ് എന്നെ രക്ഷിപ്പാൻ കഴിയുന്നവനാണ് എന്ന് വിശ്വസിപ്പാൻ, ഈ ക്രിസ്തു രാജ്യത്വം പ്രാപിച്ചു വരുന്ന ഒരു നാളുണ്ട് എന്ന് തിരിച്ചറിയുവാൻ, ആ കർത്താവ് അന്ത്യത്തോളം എന്നെ മറക്കാത്തവനാണ് എന്ന ബോധ്യത്തോടെ യഥാർത്ഥമായ രക്ഷയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നമ്മെ ഒരുക്കുമാറാകട്ടെ. ക്രൂശിൽ കർത്താവ് പറഞ്ഞ ഈ 2ാമത്തെ മൊഴി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ രക്ഷയ്ക്ക് നിദാനമായിട്ട് മാറട്ടെ. ആമേൻ.